ഹലോ, അസ്സലാമു അലൈക്കും. എന്തെല്ലാം സുഖമായിരിക്കുന്ന കൂട്ടുകാരെ. ഇന്ന് ഞാൻ കുറച്ച് എൻ്റെ പഴയ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നെ ഇങ്ങനെ റബ്ബിൻ്റെ കുതിർത്ത് കൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പണ്ടെങ്ങാനും ഞാൻ അള്ളാൻ്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ട് പോണ്ടവളായിരുന്നു. എന്തോ പടച്ചോൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാനിപ്പോഴും ജീവിക്കുന്നത് എന്ന് പറയാം. എന്താണെന്നല്ലേ, കുറേ വർഷങ്ങൾ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് എൻ്റെ എന്താ പറയുക ബാല്യകാലം കുറേയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. പുഴയിൽ കുളിക്കാൻ പോയിരുന്ന കാലങ്ങളും അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരിക്കൽ ഇതേപോലെ തന്നെ പുഴയിൽ കുളിക്കാൻ പോയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ ചുഴലിയിൽ പെട്ടിട്ട് അങ്ങനെ ഉണ്ടാവില്ലേ, ഈ ഭയങ്കര ഒഴുക്ക് എന്ന് പറയൂലേ, അതിൽ പെട്ടിട്ട് നമ്മളെ ഒരു അയൽവാസി സ്ത്രീയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അതിന് ശേഷം വമ്പം പേടിയായിട്ട് പുഴയിലുള്ള പോക്ക് അവിടെ നിർത്തി, അതവിടെ ക്യാൻസലാക്കി. പിന്നെ ഞങ്ങളെ നാട്ടിൽ പറയാലോ, നല്ല കനാലുകളും നല്ല കുളങ്ങളും പുഴയും ഒക്കെ ഉള്ളൊരു നാടായിരുന്നു കേട്ടോ എൻ്റെ നാട്. പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്ന് തന്നെ പറയാം. അത്ര നല്ല സുന്ദരമായ സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്കൂൾ കുട്ടികളല്ലേ, നമ്മൾ ഒരു കോളനി പോലെയായിരുന്നു നമ്മളെ ഭാഗം, വീടിൻ്റെ ഭാഗം. അത്രയും നിറച്ചും അയൽവാസികളും കൂട്ടുകാരികളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന. അന്നേരം എന്നെക്കാട്ടിൽ മുതിർന്ന ഒരു ഇത്താത്ത ഉണ്ട്, പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ നമ്മളാ പ്രായം ഒരു പക്വത ഇല്ലാത്ത കുഞ്ഞു പ്രായമല്ലേ, 12 വയസ്സൊക്കെ തന്നെയാണ്. അപ്പം അത് എല്ലാവരോടും നല്ല ഇതിലാണ് ഞാനല്ലേ ഇങ്ങനെ പെരുമാറി, നമ്മളെ സ്വന്തം എന്നുള്ള പോലെ നമ്മൾ കാണട്ടോ അവരൊക്കെ. പക്ഷേ ഇങ്ങോട്ട് നമ്മളോട് ചിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ നല്ല തന്നെ ആയിരിക്കും, നമ്മളോടും ഭയങ്കര സ്നേഹമായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഈ കുളത്തിലേക്ക് ഇടക്കിടക്ക് ലീവുള്ള ദിവസം ഞായറാഴ്ചയെല്ലാം ഞങ്ങളെല്ലാവരും കൂടി പോകാറുണ്ട്, നമ്മളെ അടുത്തുള്ള ഫ്രണ്ട്സും ഒക്കെ ആയിട്ട്. മുതിർന്ന, ഞാൻ പറഞ്ഞില്ലേ എന്നെക്കാട്ടിൽ മുതിർന്ന ഇത്താത്താരും ഉണ്ടാവും. മുതിർന്നതെന്ന് പറഞ്ഞാൽ ഒരു 2 അല്ലെങ്കിൽ 4 6 വയസ്സ് വ്യത്യാസം, അത്ര ഡിഫറൻസ് ഉള്ള ഇത്താത്തമാരും ഉണ്ടാവും. അങ്ങനെ അവിടെ പോവും, കുളിക്കും. മെയിനായിട്ട് അവിടെ ഇങ്ങനെ നീന്താൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കുളത്തിൻ്റെ അടിയിൽ മുങ്ങി പിന്നെ അങ്ങ് പൊന്തുമ്പോഴുള്ള ഒരു ഫീൽ ഇപ്പം ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു നൊസ്റ്റുമാണ്. ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അതില്ലാന്ന് തന്നെ, എൻ്റെ മക്കൾക്കൊന്നും തീരെ അതില്ല. മയിലൊന്നും അങ്ങനെ കുളങ്ങളും കുറവാണ്, കനാലൊന്നും തീരെ ഇല്ല കേട്ടാ. അങ്ങനെ പോക്കില്ല. മക്കളൊക്കെ ഇപ്പം ഭയങ്കര, എൻ്റെ ചെറുപ്പകാലമെല്ലാം പറയുമ്പം അവരിങ്ങനെ പറയും ഉമ്മാക്കൊക്കെ എത്ര ഭാഗ്യമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നല്ലേ, ഞങ്ങളങ്ങനെ മദ്രസ വിട്ട് കഴിഞ്ഞാലും ഞായറാഴ്ച ദിവസം മദ്രസ വിട്ട് കഴിഞ്ഞാലും എല്ലാം പോക്കുണ്ട്. നമ്മൾ ഒരാൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കും, എടീ കുളത്തിൽ കുളിക്കാൻ വരുന്നോ, നമുക്ക് പോവാന്ന് പറയും. അപ്പോൾ ഈ വീട്ടിലുള്ള ഉമ്മാർ കേൾക്കാണ്ടാണ് നമ്മളിത് ചോദിക്കുക. എന്നിട്ട് അതിന് ശേഷം എല്ലാവരും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സോപ്പിടും. നമ്മൾ തിരുമ്പിയിട്ട് വരമ്മ, തിരുമ്പാളെല്ലാം എടുത്തിട്ട് നമ്മൾ തിരുമ്പിയിട്ട് വന്നോളാം ഉമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുക. അങ്ങനെ പോയി ഒരു ദിവസം ഉണ്ടല്ലോ, ഞാൻ തിരുമ്പാനുള്ളതെല്ലാം അവിടെ നമ്മൾ ഫസ്റ്റ് തിരുമ്പി എല്ലാം ശരിയാക്കി അവിടെ വെച്ചിട്ടാണ് പിന്നെ നമ്മുടെ കളികളെല്ലാം ഇങ്ങനെ അതിൻ്റെ അടിയിലെല്ലാം പോയിട്ട് കുറേ സമയത്തേക്ക് കുളത്തിൻ്റെ അടിയിൽ പോയിട്ട് പിന്നെ അങ്ങ് പൊന്തൽ, അങ്ങനെയൊക്കെയാണേ. അങ്ങനെ എൻ്റെ കൂട്ടുകാരെ ഞാൻ നീന്തിയിട്ട് എന്താ പറയുക, കുഴിയിട്ടിട്ട് പോവുക എന്നൊക്കെ പറയൂലേ, അങ്ങനെ പോയി. അപ്പം ഞങ്ങളെ അടുത്തുള്ള നമ്മുടെ ഒരു ഇത്താത്ത ഉണ്ട്, എന്നെക്കാട്ടിലും കുറച്ച് വയസ്സാണുള്ളൂ. ആ ഇത്താത്ത പിന്നെ ഞാനിങ്ങ് പൊന്താൻ നേരത്ത് കാലുകൊണ്ട് എൻ്റെ തലയിൽ ചവിട്ടിയിട്ട് എന്നെ താത്തിയിട്ട് എനിക്ക് പൊന്താൻ കഴിയുന്നില്ല. കാരണം അപ്പുറമുള്ള കുട്ടികളെല്ലാം മതിയാക്കിയിട്ട് അവർ കരക്ക് കയറിയിക്ക്. ഇവളും ഞാനും മാത്രം, ഈ താത്തി ഞാനും മാത്രമേ ഉള്ളൂ കരക്ക് കയറിയിക്ക്. എനിക്കിങ്ങ് പൊന്തണമെങ്കിൽ ഇവള് കരക്കിരുന്നിട്ട് ഒരു കല്ലുണ്ട്, തിരുമ്പുന്ന കല്ല്, അതിൻ്റെ അവിടെ ഇരുന്നിട്ട് ഞാൻ അങ്ങോട്ട് വന്ന് ഇങ്ങ് പൊന്തുമ്പോഴേക്ക് ഇവളെന്താക്കും, ചവിട്ടിത്താത്തും. ഒരു ചവിട്ടലും കൂടി ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഇരുന്ന് സംസാരിക്കൂല, എൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥയായിക്ക്. കാരണം ഒരു ചവിട്ട് അങ്ങ് ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് പോകൂലേ.
ലാസ്റ്റിൽ എന്താ മൂന്നാമത്തെ ചവിട്ടലിന് എന്താന്ന് വെച്ചാൽ അവിടെ ഒരുപാട് സ്ത്രീകൾ വരുന്നൊരു കുളമാണ്. അതാണ് പറയാനുള്ളത്. ഒരുപാട് സ്ത്രീകൾ വരും. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങ് ദൂരത്തുനിന്ന് ഒരുപാട് സ്ത്രീകൾ ബക്കറ്റിൽ നിറച്ച് തിരുമ്പാനുള്ളതും ഒക്കത്തും വെച്ചിട്ട് ഇങ്ങനെ വരുന്നത് ഇവള് കണ്ടിട്ട് ഇവള് എന്ത് പണിയെടുത്ത് പന്തികേടാന്ന് തോന്നിയിട്ട് അവൾ കയറി ഞാൻ എനിക്ക് അങ്ങ് അറ്റെത്തിക്ക് ഇങ്ങ് പൊന്തുമ്പോഴത്തേക്ക് ചവിട്ടുന്നതല്ലേ ഞാൻ പിന്നെ സ്പീഡിൽ ഇങ്ങ് വന്നപ്പോഴത്തേക്ക് പിന്നെ ഇവള് പോയിക്ക്. പിന്നെ കല്ലുമ്മ പിടിച്ച് കുറേ നേരം ശ്വാസം കിട്ടാനിട്ട് കുറേ നേരം ഇങ്ങനെ കുനിഞ്ഞ് നമ്മൾ ശ്വാസം എടുക്കേണ്ടിയിട്ട് ആവില്ലേ, അങ്ങനെതായി. അപ്പോഴത്തേക്ക് സ്ത്രീകൾ വന്നിട്ട് എന്താ മോളെ എന്ന് ചോദിച്ചിട്ട് ഞാൻ ആരാന്ന് എനിക്ക് പറയാൻ കഴിയണ്ടേ. ഇവള് അപ്പോഴത്തേക്ക് ഇടങ്ങണ്ണിട്ട് നോക്കിയിട്ട് ഓളെന്താക്കി ഓളെ ഡ്രസ്സ് കൊടുത്തിട്ട് പോകുന്നതാണ് ഞാൻ കാണുന്നത്. അവളല്ലാണ്ട് പിന്നെ വേറെ ആരും അവിടെ ഇല്ല. പിന്നെ അവളെ അല്ലാണ്ട് വേറെ ആരെയും നമ്മൾ സംശയിക്കണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു എന്നെ ആരോ പിന്നെ ചവിട്ടി താത്തി എന്നെ ചവിട്ടി എന്നെ ഇങ്ങോട്ട് കയറാനയക്കാണ്ട് എനിക്ക് സംസാരിക്കാൻ വരെ കഴിയുന്നില്ല. എൻ്റെ വീട്ടുകാർക്ക് വരെ അറിയില്ല ഇപ്പോൾ ഇതിട്ടോ, ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്നെ ചവിട്ടി താത്തി എനിക്കിത് പിന്നെ ശ്വാസം കിട്ടുന്നില്ല, ഞാൻ മരിക്കാനായിട്ട് എന്നെല്ലാം പറഞ്ഞിക്ക് ഞാൻ ആ സമയത്ത്. അന്നേരം അതാരാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പാട് ഓള് പറഞ്ഞ് അത് അവൾക്ക് വെറുതെ തോന്നിയതാവും എന്ന് പറഞ്ഞ്, അത് അവൾക്ക് വെറുതെ തോന്നിയതാവും, ആരവിടെ ഇപ്പോൾ അവളെ ചവിട്ടാനുള്ളത്, ഞാനിതപ്പോൾ കുറേ സമയമായി ഇവിടെ കയറി നിൽക്കുന്നതെന്ന്, ഞാൻ ഇവിടെ കുറേ നേരമായി കയറി നിൽക്കുന്നു, അത് അവൾക്ക് അങ്ങനെ തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞ്. ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഒന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എൻ്റെ സ്വന്തം ഇത്താത്താനെ പോലെ ഞാൻ കണ്ടിട്ട് പിന്നെ നമുക്ക് അവിടെ വാദിച്ച് ജയിക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അവളത് അങ്ങനെ പറഞ്ഞ് പിന്നെ വേറെ സാക്ഷികളില്ല. എന്തായാലും പടച്ചോൻ കാത്തൊരു കാവല്. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാ പറയുന്നത്, ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും റബ്ബിൻ്റെ കാവലുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളതാണ്. പിന്നെ വീട്ടിൽ പറഞ്ഞാലും പിന്നെ ആ കുളത്തിൽ പോക്ക് അതോടെ അതും നിർത്തലാക്കും. അതുകൊണ്ട് അതും പുറത്ത് പറയാൻ നിന്നില്ല, പേടിയായി. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ കാണുന്ന ആൾക്കാരല്ല. നമ്മൾ വിചാരിക്കും പിന്നെ നല്ല മനുഷ്യന്മാരായിരിക്കുന്നു. പക്ഷെ നമ്മളോട് ഇങ്ങോട്ട് ഉള്ളിൽ പുറമേ ഞാൻ എപ്പോഴും പറയാറില്ലേ, പുറമേ ചിരിക്കുന്നവരാവില്ല, ഉള്ളിൽ ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടാവും. അപ്പം അത്തരത്തിലുള്ളതായിരുന്നു ഇത്താത്ത. അന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. ഇതിന് എന്തിനാണ് എന്നോട് പക എന്നുള്ളത് ഇപ്പോൾ എനിക്കറിയില്ല. വല്ലാഹി എനിക്ക് ഇപ്പോൾ അറിയില്ല. വെറുതെ അസൂയയും കുശുമ്പും ഉള്ള മനുഷ്യന്മാരുണ്ടാവും അല്ലേ, വെറുതെ തന്നെ കണ്ടിട്ടുള്ള അസൂയയും കുശുമ്പുള്ള മനുഷ്യന്മാരുണ്ടാവും. അപ്പം എന്നെ കൊല്ലാൻ നോക്കിയതാ അന്ന്, ശരിക്കും എന്നെ കൊല്ലാൻ നോക്കിയതാ. പക്ഷെ ആ റബ്ബിൻ്റെ കാവലുള്ളത് കൊണ്ട് ഞാൻ ജീവനോടെ ഇപ്പോൾ ഇരിക്കുന്നു. ഇതാണ് സത്യം. ഇപ്പോൾ ലോകത്തോട് ഞാൻ വിളിച്ച് പറയുന്നു, ഇത്രയും ആയപ്പോൾ കേട്ടോ. എന്നിട്ട് ഞാൻ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. പോട്ടെ, ഞാൻ ജീവിക്കുന്നുണ്ടല്ലോ, അതിലപ്പുറം ഒന്നുമില്ല. റബ്ബിനല്ലാണ്ട് വേറെ ആരെ കൊണ്ടും നമ്മളെ എന്താ പറയുന്നത് തകർക്കാനും തളർത്താനും കഴിയൂല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ എന്ത് നന്മകൾ വന്നാലും ആ ഇത്താത്ത വന്നൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ അതിൽ നിന്നെല്ലാം മനസ്സിലാക്കിക്കൂടെ, എന്ത് നന്മ ആയിക്കോട്ടെ, നമ്മൾ എന്തൊരു വിജയമായിക്കോട്ടെ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, നമ്മുടെ തൊട്ടാണ്. പക്ഷെ പിന്നെ അവരവിടുന്ന് അങ്ങ് പോയി കേട്ടോ. ആ സമയത്തൊക്കെ നമ്മുടെ അടുത്ത് തന്നെ ആയിരുന്നു, എന്നിട്ട് വന്ന് നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ വിജയത്തിൻ്റെ കൂടെ നമ്മുടെ സന്തോഷത്തിൻ്റെ കൂടെ നമ്മളെ ഒപ്പം സന്തോഷിക്കുന്നവരാണ് നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ അല്ലേ. അപ്പോൾ ഇത് കപട സ്നേഹമല്ലേ. നമ്മുടെ മുമ്പിൽ ഒന്ന് ചിരിച്ച് കാട്ടിയിട്ട് ഉള്ളുകൊണ്ട് നമ്മളെ വെറുത്തിട്ട് നമ്മൾ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ. എൻ്റെ ആ കുഞ്ഞു പ്രായത്തിൽ എനിക്കതൊന്നും മനസ്സിലായിരുന്നില്ല കൂട്ടുകാരെ. എൻ്റെ ജീവൻ തന്നെ ഞാൻ അറിയാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിരുന്ന പലരും ഉണ്ട്. എന്തിനാണെന്ന് ഈ നേരം വരെ എനിക്കറിയില്ല. ഞാൻ ആരോടും ഒന്നും ചെയ്തിട്ടില്ല. ആ കുഞ്ഞു പ്രായത്തിൽ ആരോട് എന്ത് ചെയ്യാനാണ്? 10-12 വയസ്സിലല്ലേ, നമ്മൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ദുരനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറ. ഒന്ന് മരിച്ചിട്ട് ജീവിച്ചത് തന്നെയാണ് ഞാൻ കേട്ടോ. അതിനുശേഷം പിന്നെ ആ ഇത്താത്ത ഉള്ളിടത്ത് ഞാൻ പോവില്ല. പേടി തട്ടിപ്പോയി മനസ്സിൽ. പിന്നെ ആ ഇത്താത്ത ഉള്ളിടത്ത് ഞാൻ പോവില്ല. അതില്ലാത്ത ടൈം നോക്കിയിട്ട് കുളത്തിൽ പോകും. വീട്ടുകാരോട് പറഞ്ഞാൽ പിന്നെ
ആ കുളത്തിലുള്ള നീന്തലും കൂടി നിർത്തിക്കളയും. കാരണം കുട്ടിപ്രായല്ലേ, നമുക്കതല്ലേ ഉള്ളൂ ഒരു എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റ്. പിന്നെ നമ്മളങ്ങനെ ഒരു സിനിമക്ക് പോക്കോ അങ്ങനത്തെ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. നമുക്കൊരു നേരം പോക്ക്, നമുക്കൊരു ഇതൊക്കെ തന്നെയുള്ളൂ നമ്മളെ ബാല്യകാല ഓർമ്മകളിലുള്ള കുറച്ച് വേദനാജനകമായിട്ടുള്ള കാര്യമാണിത്. അപ്പം എന്താ പറയുക, എനിക്കിപ്പം ചിന്തിക്കുമ്പോൾ സങ്കടം വരും. എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഞാൻ മരിച്ചിട്ട് എന്ത് കിട്ടാനായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് ഞാൻ അന്ന് കുറേ കരഞ്ഞു കേട്ടോ. എന്തിനായിരുന്നു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പഠിച്ചോനെ, പിന്നെ ഞാൻ മരിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ്, എന്നെ എന്തിനാണ്. ഇത് കേൾക്കുമ്പം ഇപ്പോൾ എൻ്റെ നാട്ടുകാരായി കഴിഞ്ഞാലും അതാരാണെന്ന് ഇങ്ങനെ ചോദിക്കും. കാരണം ഞാൻ പേര് പറഞ്ഞിട്ടില്ല, പേരോട്ട് പറയുന്നുമില്ല. അവരിപ്പോൾ ആ നാട്ടിലില്ല കേട്ടോ, അവിടുന്ന് പോയി, അവരിപ്പോൾ ആ നാട്ടിലില്ല. എന്നിട്ട് ഞാൻ അന്നേരേ ഞാൻ പറഞ്ഞിക്ക് ഇവരാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ നേരത്തെ ഞാൻ കയറിക്കല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് എസ്കേപ്പ് ആയതാണ്. എനിക്ക് 100% ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്നെ ഒളിക്കണ്ണിട്ട് നോക്കുക, വേറെ ഒരാളും ഇല്ല. അല്ലാണ്ട് ശരിക്കും എൻ്റെ തലയിൽ ഇങ്ങ് വന്ന് ചവിട്ടിയിട്ട് ഇങ്ങ് താത്തി കളയുന്ന അങ്ങ് കുളത്തിൻ്റെ അങ്ങ് അടിത്തട്ടിലെത്തിയിട്ട് ഞാൻ പിന്നെയും ഉയർന്നു വരിക. ചിന്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തായാലും റബ്ബിൻ്റെ കാവലുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ജീവിക്കുന്നു. പിന്നെ എന്താ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷം, പഴയ വിശേഷം പറയാൻ. എല്ലാവരും, ഞാൻ പറയട്ടെ നിങ്ങളോടൊരു കാര്യം, എല്ലാവരും മനസ്സിൽ ഒന്ന് വെച്ചിട്ട് പുറമെ ഒരാളെ ചിരിച്ചുകൊണ്ട് അങ്ങനെ വഞ്ചിക്കാതിരിക്കുക. ആത്മാർത്ഥമായിട്ട് സ്നേഹം കൊടുക്കുക. സ്നേഹിക്കുന്നവരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. അതൊക്കെ തന്നെയുള്ളൂ പറയാൻ. ഇൻഷാ അല്ലാ വേറെ നല്ലൊരു കഥ തന്നെയായിട്ട്, ഒരു സ്റ്റോറി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. എല്ലാവർക്കും അള്ളാഹു ഹൈറായ ജീവിതം കൊടുക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.